ആളുകൾ ഈ ദുനിയാവിൻ്റെ മാസിയത്തെ തിന്മകളിൽ അഭിരമിക്കുന്ന, വൃത്തികേടുകളിൽ ജീവിക്കുന്ന, അതിൽ മാത്രം സുഖം കണ്ടെത്തുന്ന ആളുകൾ ചിലപ്പോൾ ദീനിൻ്റെ ആളുകളെ കണ്ടാൽ അവർ പറയും, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്തൊരു ജീവിതമാണ്, എങ്ങനെ ജീവിക്കാം, എന്തൊരു ജീവിതം. ഒരു മോമിൻ തിരിച്ചു വയ്ക്കുന്നത് അതന്നെ, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, എങ്ങനെ നിസ്കരിക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്നു, എങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നു. വല്ലാഹി ഇതിനേക്കാൾ നല്ലത് കുരങ്ങായി ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കഴുതയാകുന്നതാണ്. എങ്ങനെയാണ് ഈ ജീവിതം നിനക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ, അള്ളാഹുവിനോട് നന്ദി പറയാതെ, അള്ളാഹു നൽകിയതിന് ശുക്ർ ചെയ്യാതെ, നിസ്കരിക്കാതെ? സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. അവൻ്റെ നിസ്കാരം നഷ്ടമാകുമ്പോൾ അവൻ്റെ കഥ എന്താണ്, അവൻ്റെ അവസ്ഥ എന്താണ്? അവനെ പിടിച്ചാൽ കിട്ടുന്നില്ല, അവൻ എത്ര പ്രയാസത്തിലാണ്. അവൻ നിസ്കാരം കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? എന്ത് സമാധാനത്തിലാണ്. നീയോ നിന്റെ പാർട്ടിക്ക് പോയാൽ എങ്ങനെയാണ് വരുന്നത്? കളു പിടിച്ച്, അല്ലെങ്കിൽ പാട്ടിൽ ഡാൻസ് ചെയ്ത്, എന്താ നീ വരുമ്പോൾ എന്തൊരു റാഹത്തെ മനുഷ്യൻ അങ്ങനെയാണ് വരുന്നത്. ആരെങ്കിലും തളർന്ന് തകർന്ന് ഹൃദയത്തിൽ ശൂന്യതയുടെ അറ്റമില്ലാത്ത ഗർത്തങ്ങൾ അനുഭവിച്ച് കിടക്കയിൽ വന്ന് മലർന്നടിച്ച് കിടക്കുക എന്നതല്ലാതെ എന്താണ് നിനക്കത് സമ്മാനിച്ചത്? എന്താണ് ഈ തിന്മകൾ നിനക്ക് സമ്മാനിച്ചത്? സമ്പത്ത് കുന്നുകൂട്ടിയവർ അവരെന്താണ് സമ്പാദിച്ചത്? പക്ഷെ ഒരു മുഅ്മിനിന്റെ ഹൃദയം നീ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സുഖമുള്ളതാണ്. നിനക്ക് മനസ്സിലാവാൻ ഹറമിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രാത്രിയിലെ ദിവസങ്ങളിൽ, ഖുർആൻ ഓതുമ്പോൾ, നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മുഅ്മിൻ അനുഭവിക്കുന്ന ആസ്വാദനം എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, അവനത് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ, അവൻ ഒരിക്കലും ഇതിന് പിറകിൽ പോകില്ലായിരുന്നു. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഈ ദുനിയാവിൽ നിന്ന്, അവനെക്കുറിച്ച് ദിക്ർ ചെല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നവർ, ദുനിയാവിൻ്റെ ആളുകൾ, അഹ്ലുദ്ദുനിയ അറാഹു മിനദ്ദുനിയ വമാ ദാഖു അത്യബ മാ ഫീഹാ. ദുനിയാവിൻ്റെ ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ദുനിയാവിലെ ഏറ്റവും മധുരമുള്ളത് ആസ്വദിക്കാതെയാണ് പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റാണത്.